ഹലോ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. കുറേ നാളായെന്ന് തോന്നുന്നു. എത്ര 2 മാസം 3 മാസം കണ്ടായെന്ന് തോന്നുന്നു. കുറേ നാളായിരിക്കുന്നു അപ്ലോഡ് ചെയ്തിട്ട്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ഒന്നും അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു 1 ബ്ലോക്ക് ചലഞ്ച് ആഡ് ഓൺ ബൈ ദേവനേഷ് ത്രിവേദി, നല്ലൊരു ആഡ് ഓൺ ആണ്. അതാണിപ്പോൾ കളിയാൻ പോകുന്നത്. 1 ബ്ലോക്കിൻ്റെ ഒരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിക്കുവാണ്. സുധി എന്ന് പറഞ്ഞ യൂട്യൂബറിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഇൻസ്പിറേഷനാണ്. വെരി ഗുഡ് പ്ലെയർ. ഇതന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് ബ്ലോക്ക്. അത് എല്ലാവർക്കും അറിയാവുന്ന 1 ബ്ലോക്ക്. 1 ബ്ലോക്ക് മിക്കവരും കണ്ടിട്ടുണ്ട്, കാണാത്തവരും കാണും. 1 ബ്ലോക്ക് സീരീസ് കാണാത്തവർ കുറച്ച് പേര് കാണത്തുള്ളൂ. നിങ്ങൾ ഈ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സൊക്കെ കുറേ പേരെയൊക്കെ കാണാറില്ലേ? അവരിങ്ങനെ കുറേ പേര് ഈ പരിപാടി ചെയ്യുന്ന 1 ബ്ലോക്ക് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ ആ സെയിം സാധനം നമ്മളെ കൊണ്ട് ഇപ്പോൾ വേറെ കണ്ടൻറ്റ് ഒപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും അല്ല. കാർത്തിക് എക്സ്റ്റീവായിട്ട് നമ്മൾ വീഡിയോ ഇടും, പക്ഷെ അത് ഈ ചാനലിലായിരിക്കത്തില്ല കേട്ടോ. ലാഗ് ലെജൻസ് എന്നുള്ളൊരു ഒഫീഷ്യൽ പേജ് ഉണ്ട്, അതിലായിരിക്കും അത് ഇടുന്നത്. എനിക്ക് അത് വേറെ അക്കൗണ്ടാണ്. കോഴി സേവ് യുവർ ഐറ്റംസ് ഇൻസൈഡ് ചെസ്റ്റ്. അതിലിപ്പോൾ ചത്ത് കഴിഞ്ഞാൽ പോകുമെന്നുള്ളതായിരിക്കും. ഇതിനെ ഇങ്ങനെ വെച്ച് കഴിയണമെങ്കിൽ ആ സാധനത്തിനെ പോലെ ഇരിക്കുക. അതിപ്പോൾ ഡെഡാവും ഗൈസ്. അതിപ്പോൾ വോയിടി പോവും. വാട്ടർ ബക്കറ്റ് ആയിരിക്കും മിക്കവാറും. വാട്ടർ ബക്കറ്റ്. ഞാൻ ഈ മാപ്പ് ഒരു തവണ കളിച്ചിട്ടുണ്ട് പണ്ട്. നല്ല മാപ്പ്. നിങ്ങളാണെങ്കിൽ എന്തുവാ MCPDL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട്, അതിൻ്റെ അകത്ത് ഈ സെയിം മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പിന്നെ കുറേ മോഡ്സും ഉണ്ട്. ഞാൻ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വായിച്ചു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചേക്കണം, ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്, അത് ഗൺസിൻ്റെ മോഡാണ്. അപ്പോൾ ആ സെയിം ഗൺസ് മോഡ് വെച്ചിട്ടൊരു സർവൈവൽ സീരീസ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. പുതിയ ഒരെണ്ണം, പുതിയ കൗസിനെ തള്ളിയിടാൻ നോക്കുന്നു. അത് ശരി. പുതിയൊരു ടൈപ്പ് മോബ്സിൻ്റെ ഇത്. പിന്നെ അവർ ഈ മൈൻക്രാഫ്റ്റ് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ടെന്ന് പറയാനായിട്ട്. പിന്നെ ക്യാമ്പ് സൈറ്റിൻ്റെതും ഡാപ്പിൾഡ് ഫോറസ്റ്റും അപ്ഡേറ്റ്സ് കണ്ടിട്ട് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ആ ഡാപ്പിൾഡ് ഫോറസ്റ്റിന് കുറേ ഗ്ലിച്ചൊക്കെ ഇട്ട് ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നതൊക്കെ. ഡാപ്പിൾഡ് ഫോറസ്റ്റിൻ്റെ കുറേ ഗ്ലിച്ച് ഉണ്ട്. അതിനാണെങ്കിൽ ഒരു ബയോമിൻ്റെ അകത്താണ് ആകെ 2 ബ്ലോക്ക് എങ്ങാണ്ടേ ഉള്ള ആ ബയോ. എന്നിട്ടാണെങ്കിൽ അതിൽ മരവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ കുറേ തന്നെ. ഇത് വർണ്ണശബളമായ ചെസ്റ്റ് അതായിരിക്കും. ചെറിയൊരു പടി കിട്ടി. മറ്റേ ഗെയിം എന്തോ ക്രാഷ് ആവുകയും ചെയ്തു. പിന്നെ വേൾഡ് മൊത്തം റീസെറ്റ് ആയി. നേരത്തെ അടിച്ചിട്ട് മോബ്സ് എല്ലാം പോവുകയും ചെയ്തു. NIA. അപ്പോൾ ഞാൻ സെയിം വേൾഡിൽ തന്നെ നേരത്തെ അത്രയും പ്രോഗ്രസ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വർണ്ണശബളമായ സ്റ്റേജൊക്കെ കഴിഞ്ഞ് കേട്ടോ. അതെനിക്ക് കിട്ടി, അത് എടുക്കേണ്ടി വന്നത്. ഇൻവെൻട്രി ഉണ്ടോ എന്തോ ആഡ് ചെയ്ത്. ഒരു മിനിറ്റ്, ഇതങ്ങ് കളഞ്ഞേക്ക. ഓക്കെ, അതെല്ലാം കളഞ്ഞു. ബോൺ ബ്ലോക്ക് ബോൺ മീൽ എടുക്കുക. നല്ല ബോൺ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ബോൺ ബ്ലോക്ക് നമ്മൾ ഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബോൺ ബ്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെയും ബോൺ ബ്ലോക്ക്. ഇതന്നെ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഇതന്നെ നെതറോ മൊത്തം ബോൺ ബ്ലോക്ക്. പ്ലെയിൻസ് ബയോമിൻ്റെ ആണ് ഇപ്പം ഈ കിടക്കുന്നത്.
ഓക്കെ. ഓ, പേടിച്ചു പോയി ഞാൻ. പോവാണ്. സ്ഥലമില്ല. പിന്നെ സ്ഥലമുണ്ട്. ഞാൻ പിന്നെ മറ്റേ കൺട്രോൾസും മാറ്റി കേട്ടോ. പിന്നെ പേപ്പർ ഡോൾ ഹൈഡ് ചെയ്ത്. ഞാനത് നേരത്തെ കണ്ട് ഓൺ വെച്ചത്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പണ്ട് മറ്റേ ബെറ്റർ ഓൺ ബെഡ്റോക്ക് എന്ന് പറഞ്ഞ മോഡഡ് സീരീസ് ഒരെണ്ണം ചെയ്തായിരുന്നു. അതിനിപ്പം അത് വേണേൽ നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. നിർത്തി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തി. അമ്മ വിളിച്ച ഞാൻ ബെഡ്റോക്ക് സീരീസ് വേണേൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ഹെവിയാണ്. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നോക്കുമ്പം അതിനുള്ള സമയവും കിട്ടത്തില്ല, ലാഗും വരും അത്യാവശ്യം. അതുകൊണ്ടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചേക്കുന്നത്. പിന്നെ കാർത്തിക്കും അവരെല്ലാം കൂടെ വരണേ നമുക്ക് നോക്കാം. പിന്നെ ഈ ഉണ്ടല്ലോ ഫോണിലായാലും മൈൻക്രാഫ്റ്റ് മോഡൊക്കെ ചെയ്ത് കളിക്കാൻ പറ്റും കേട്ടോ. കാരണം ക്രാക്ക്ഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമല്ല, മറ്റേ MCPDL എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല മോഡ്സൊക്കെ കിട്ടും. നല്ല രസമാണ്. അതൊക്കെ കളിക്കാൻ നല്ല രസമാണ്. മൈൻക്രാഫ്റ്റ് ഈസ് നോട്ട് എ PC ഗെയിം ഓൺലി. PC ഗെയിം മാത്രമല്ല, ഫോണിലും കളിക്കുക, നല്ലതാണ്. പിന്നെ അത്യാവശ്യം നിങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് FPS കിട്ടും. ഒത്തിരി ലാഗൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് ലെയർ ഫസ്റ്റ് ഒരെണ്ണം വെച്ചാൽ മോബ്സ് സ്പോണാന്ന് പറഞ്ഞാൽ ക്രീപ്പർ സ്പോണായിട്ട് പൊട്ടിത്തെറിച്ചാൽ എല്ലാവരും കൂടെ താഴെ കിടക്കും. അതുകൊണ്ടാണ് സെക്കൻഡ് ലെയർ. വുഡ് കുറേ കിട്ടി. ടൂൾസ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഹാർഡായിട്ടുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒത്തിരി കട്ടിയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയി പോകും. നമ്മൾ ടൂൾസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ 10 മിനിറ്റാണ് വിചാരിക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ 20 മിനിറ്റ് ഇട്ട ആളായ നമുക്കന്നറിയത്തില്ലല്ലോ. അത്രയും ലെങ്ത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അത് കുഴപ്പമില്ല. ലെങ്ത് ഇടുമ്പോൾ കാണുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അത്യാവശ്യം ലെങ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് കാണാൻ ഇച്ചിരി ഇതാവും, ഇൻട്രസ്റ്റ് പോകും ചിലർക്ക് ഒത്തിരി ലെങ്ത് കാണുമ്പോൾ. ടോർച്ച് നല്ലതാണ്. പിന്നെ ഞാൻ ഒരു പ്രത്യേക ഒരു ഡീസൈൻ കണ്ടുള്ള ഒരു UI പാക്ക് ഉണ്ട്, ഇതൊക്കെ ഞാൻ കാണിക്കാം. അതായിരിക്കും നല്ലത്. ഞാൻ വായിച്ച് ചെയ്യിപ്പിച്ചു, എനിക്ക് അപ്പോൾ മനസ്സിലാകത്തില്ല. ദി റിസോഴ്സ് പാക്സ്, പിന്നെ ഗ്ലോബലിൻ്റെ അകത്ത് ചിലപ്പോൾ കാണും. ആക്റ്റീവ് ഗ്ലോബലിൻ്റെ അകത്ത് കാണുന്നില്ലേ? അതിലുണ്ട്. ഡീസൈൻ ആയിട്ടുള്ളൊരു പാക്ക് ഉണ്ട്. അത് ഇപ്പോൾ UIക്കകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാധാരണ ഗെയിമിൻ്റെ അകത്ത് കാണാത്ത കുറേ ബട്ടണൊക്കെ കിടക്കുന്നത്. നല്ല ഇത് അത്യാവശ്യം PC പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല കുറേ കൺട്രോൾസ് കിട്ടും. നേരത്തെ കുറേ എണ്ണം ഉപയോഗിച്ചായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ പൂവല്ല എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ കളഞ്ഞല്ലേ, മറന്നുപോയി. കാണിക്കായിരുന്നു. അത്യാവശ്യം നിങ്ങൾ മൾട്ടിപ്ലെയർ സെർവർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മൾട്ടിപ്ലെയേഴ്സ് കൂടുന്ന പറയുമ്പോൾ 5 പേരല്ലാതെ അതിലും കൂടുതൽ ആൾക്കാരായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അട്ടർനോസാണ്. പക്ഷേ അട്ടർനോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലാഗുണ്ട്, നല്ല രീതിക്ക് അത്യാവശ്യം ലാഗുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾ കളിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ മൈൻക്രാഫ്റ്റ് ഇത് പോക്കറ്റ് എഡിഷൻ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് പേർ കൂടെ അറിയണ്ടേ, അത്യാവശ്യം ആൾക്കാർ കൂടെ അറിയണ്ടേ ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റും, മൈൻക്രാഫ്റ്റ് ഫോണിലായാലും വീഡിയോ ചെയ്യാൻ പറ്റും. അതിനൊരു ഫാൻ ബേസ് വേണ്ടേ? ഫോണിൽ കളിക്കുന്ന കുറേ പേരും ഉണ്ടല്ലോ, കാണണം. നിങ്ങൾ കുറേ പേര് ഫോണിൽ കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൈൻക്രാഫ്റ്റ് ഗെയിം പിള്ളേർ ഗെയിമാന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് വേറൊന്നും പറയാനില്ല. ഈ മൈൻക്രാഫ്റ്റിൻ്റെ അത് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ സാമിയൂരിനെയൊക്കെ വെച്ച് നോക്കുമ്പം മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ഉണ്ടാക്കി, അതൊന്നാലോചിച്ച് നോക്കി, അത്രയൊന്നും ഇല്ലല്ലോ. പിന്നെ റോബ്ലോക്സ് ഞാൻ ഇടയ്ക്ക് വെച്ച് കളിക്കുമായിരുന്നു, പക്ഷെ അത് ഞാൻ നിർത്തി. ഒന്നുകൂടെ നോക്കാം, നമുക്ക് നോക്കാം.
റോബ്ലോക്സ് ഇഷ്ടമുള്ളവർ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ റോബ്ലോക്സിൻ്റെ എന്തോ ലീഗൽ ഇഷ്യൂ ഒക്കെ ആയി കിടക്കും. അതെന്നാന്ന് അറിയത്തില്ല. അവരെ സൂ ചെയ്യാനെങ്ങാണ്ട് നോക്കിയെന്നോ. കുറേ കോൺട്രവേഴ്സി ഉള്ള ഗെയിമാണ് അത്. ഞാൻ അറിയാൻ ഇപ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അതിപ്പം ഞാൻ അല്ല, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാരണം റോബ്ലോക്സിൻ്റെ കുറേ കോൺട്രവേഴ്സി ഒക്കെ ആയിട്ട് കിടക്കുക. പിന്നെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ലൈക്ക് അടിക്കാനൊന്നും ഞാൻ പറയില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ലൈക്ക് നല്ല വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, അതാണ് നല്ലത്. ഗൈസ്, പ്ലാറ്റ്ഫോം അത്യാവശ്യം വലുതായി, കുറേ ബ്ലോക്ക് ഉണ്ടെന്നാൽ പിന്നെ ടോർച്ച് വെച്ചേക്കാം, രാത്രി ആയിരുന്നു. ഇതിന് ജെഫ് എന്ന് പേരിടാം. ഈ പശുവിൻ്റെ പേര് ജെഫ്. ഈ ആടിന് എന്ത് പേരിടും? ആടിനുള്ള പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഗോൾഡൻ ഡാൻഡിലയൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരത്തില്ല. എന്നാൽ ഒരു കൈ നോക്കിയേക്കുക. അതിനി ഒരിക്കലും വളരത്തില്ല. അത് ഗോൾഡൻ ഡാൻഡിലയൻ്റെ പവർ അതാ. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെങ്കിലും ബേബി മോംസിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും വളരത്തില്ല. ഈ ഫീച്ചറൊക്കെ എന്തിനാണ് ദൈവമേ ആഡ് ചെയ്തത്? ആർക്കറിയാം. ഊഫ്, എന്താ ഇങ്ങനെ? അത്യാവശ്യം 8 മിനിറ്റ് ആയി. നേരത്തെ 3 മിനിറ്റിൻ്റെയും കൂടെ ആകുമ്പം എന്നാൽ പിന്നെ ഇന്ന് ഇത്രയും പോരെ. നമ്മളിന്ന് ഇത്ര റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ നാളെയോ മറ്റന്നാളോ എല്ലാം ഇടാം. അപ്പോൾ സറി എന്നാൽ ഗുഡ് നൈറ്റ്.